നോക്ക് മക്കളെ നോക്ക്. നോക്കാം. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു എന്ന് കേട്ടിട്ടുണ്ട്. തുള്ളിക്കളിക്കണ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓഹോ, എന്നാ ഞാനൊരു കുഞ്ഞിപ്പുഴ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ. തായോ പോയി പ്രസവിക്കടാ പോയി. ആദ്യം ചിരിച്ചു കാണിച്ച് ഒടുവിൽ ചതിച്ചു പോണ പെണ്ണിനെക്കാളൊക്കെ എത്ര നല്ലതാണ് ഈ വാഴ. ഇവളെ മതി. ഇവളെ മതി എന്നാ നീ എന്തോന്നാ വാഴയ്ക്ക് കൊലയില്ലെന്ന് പറഞ്ഞ് നീ അങ്ങ് തീരുമാനിച്ചത് പെങ്കൊച്ചാണെന്ന്. മോനെ ഒന്ന് നീ ചിന്തിച്ചു നോക്കുക. വാഴയ്ക്ക് ആഗ്രഹം കാണത്തില്ലേടാ? നല്ലൊരു ദാമ്പത്തിക ജീവിതം, നല്ലൊരു ലൈംഗിക ജീവിതം കിട്ടാ വാഴ ഒന്ന് ചിന്തിക്കത്തില്ലേ? ഞാനായിരുന്നു ആ വാഴയ്ക്ക് ഒള്ളി ചൂസ് ദ വവ്വാൽ. ഒരു വവ്വാല് വന്നെ കടിക്കട്ടെ, ഒരു വവ്വാല് വന്നെ ചപ്പട്ടേത് ഞാൻ വിചാരിക്കുന്നുള്ളൂ. നീയൊക്കെ വന്ന് കടിച്ച വാഴയ്ക്ക് വംശനാശം ഉണ്ടായി പോടാ എന്റെ പൊന്നെ. ഞാൻ ഈ വാഴക്ക് ലൈവായിട്ട് ഒരു മുത്തം കൊടുക്കാൻ പോവാണ്. ഈ വാഴയാണ് നിന്റെ ലോകം. നീ ഒരു കാര്യം ചെയ്യ, അതിനെ നീ കെട്ടി വീട്ടിൽ കൊണ്ടു അങ്ങ് പ്രസവിപ്പിക്കും. എന്നിട്ട് 2 മക്കളുണ്ടാകുമ്പോ ഒന്ന് ഏത്തനെന്ന് മറ്റേത് റോബസ്റ്റ് എന്ന് പേരിട്. തന്തയായിട്ട് നീ ഉണ്ടല്ലോ പഴം പഴം. ഷഹാനന്റെ വാപ്പക്കോളെ കെട്ടിച്ചേരാത്തതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴാണ് മക്കളെ മനസ്സിലായത്. നിനക്ക് അതിനുള്ള കഴിവില്ല മോനെ. കണ്ട വാഴയെ ചപ്പി ചപ്പി തടയിട്ട് ഷഹാനയുടെ വാപ്പ അങ്ങോട്ട് ഇപ്പൊ ഉണ്ടാക്കി തരും. 2 കിലോ അരി എഴിച്ച് പോടാ ബാറ്ററി കണ്ട. എടി പൊന്നാര അമ്ന. ഷഹാന മാറി ഇപ്പൊ അമ്നയായി. തൊലി ജിന്നെ തേച്ചിട്ട് പോയാലേക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ സിഗമായിട്ട് ജീവിക്കും. സിഗമാവോ പിന്നെ എഴിച്ച് പോടാ മന്ദാര ചപ്പുണ്ടേ. പശയല്ലടാ ഫെവിക്കോള് കുറച്ച് അണ്ണാക്കി തിരി വന്നിട്ട് കുറച്ചു നേരം മിണ്ടാതില്ലേ. ഞാൻ എനിക്ക് വാങ്ങി തന്ന മന്തിന്റെയും ഡയറി മിൽക്കിന്റെയും പൈസക്ക് മര്യാദക്ക് ഗൂഗിൾ പേ തന്നോടൂ. ഇതെന്തോന്ന് മസിൽ മെമ്മറിയാ? ഹംന ആണായിരുന്നാടാ? പറടാ. സുഹൃത്തുക്കളെ, ഇന്ന മാസം നമ്മുടെ ചങ്ങായിമാർ ഹയർ അടുത്തത് ഇത് പുതിയ പൊസിഷൻ പോകുന്ന മെയ് 11 ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ 1 നിന്ന് 2 ആയി. ഓ മൈ ഫക്കിംഗ് ഗോഡ്. സത്യം പറഞ്ഞ പേര് മിയ മൽഗോവ, മിയ ഖലീഫ അല്ലെങ്കിൽ ബോണി ബ്ലൂ, ഏഞ്ചൽ വൈറ്റ് അങ്ങനെ എന്തെങ്കിലും. 2 തുണ്ടും കണ്ട് 2 വാണം വിട്ട് കിടന്നു. 2 തുണ്ട് കണ്ട് വരടാ. നീ എന്താ വല്ല റോബോട്ടാണ്? വല്ല ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ തലയുടെ ബാഗിൽ? നിന്റെ ചാർജിംഗ് പോർട്ട് എവിടെയാണ്? അത് വലിയ ചൂരിയിട്ടാ മിണ്ടാതിക്കോ നീ. വെള്ളം കുടിക്കണേനേക്കാളും വൈബാണ് മക്കളെ വാണം വിടുന്നത്. വീട്ടില് വാണവും വിട്ടിരി വാഴ പിഴണം, വാഴ അടിക്കണം, വാഴയ്ക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് അവന്റെ വായി തോന്നുന്നത്. എന്റെ പൊന്നു മോനെ ഒരു കാര്യം മനസ്സിലാക്കി. നീ ഈ വീഡിയോ ഉണ്ടായാലും നാളെ നീല ചിട്ടി റോബോട്ടിനെ പോലെ ഹലോ ഗായ്സ് അങ്ങനെ ആസിഫിനെ റിയാക്ട് ചെയ്തു. നീ ഒന്ന് പിള്ളേർക്ക് ബയോളജി ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അത്ര വൃത്തിയോട് മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ സ്വയം നീ എങ്ങനെയാണ്? നിനക്ക് ഇത് പറയാൻ അർഹതയുണ്ടോ? നീ മറ്റുള്ളവരെ വിലയിരുത്താൻ അർഹതയുണ്ടോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിന്റെ തന്ത വിചാരം いろんな見た目になれるアプリなんだって。どれどれ？